മക്കളെ, ജെറൂസലേം പ്രയർ ലൈനിലേക്ക് അനുദിനം പുതിയ പുതിയ മക്കൾ വരുന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. നിങ്ങളും ഇതിൻ്റെ ഒരു പ്രേക്ഷിതരായി തീർന്ന് കുറച്ച് പേർക്ക് ഷെയർ ചെയ്യുന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് വിശുദ്ധനായ കമിലസ്, രോഗി പരിചരണ ശുശ്രൂഷകരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ കമിലസ്. ഇതാ വചനം തരുന്നു. റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം വാക്യം. തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. കർത്താവിൻ്റെ മുറിവുകൾ ഹൃദയത്തിലും കാലുകളിലും സംവഹിച്ച ഒരു സ്നേഹനിധിയാണ് വിശുദ്ധ കമിലസ്. 6 അടി 6 ഇഞ്ച് ഉയരമുള്ള ഉന്നത ശീർഷകമായിരുന്നു വിശുദ്ധ കമിലസിനുണ്ടായിരുന്നത്. രോഗികളോട്, രോഗി പരിചരണകരോട് വലിയ താല്പര്യം കാണിച്ച വിശുദ്ധ കമിലസ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരട്ടെ. ആരോരും ശ്രദ്ധിക്കാനോ പരിചരിക്കാനോ ഇല്ലാത്തവരുടെ ഭവനത്തിലേക്ക് വിശുദ്ധ കമിലസ് ഇന്ന് തീർച്ചയായും വരും. ആശുപത്രികളിലും ജയിലുകളിലും വീടുകളിലും മാനസികമോ ശാരീരികവുമായ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവർക്കും ഈശോയുടെ കരുണയുമായി ഇന്ന് രാത്രിയിൽ തന്നെ രോഗശൈലിയിലേക്ക് കടന്നു വരട്ടെ. പ്രത്യേകമായി പ്ലേഗ് ബാധിച്ചവരെ വലിയ സ്നേഹത്തോടെ ശുശ്രൂഷിച്ചവനാണ് വിശുദ്ധ കമിലസ്. കാലിൽ വലിയ മുറിവുണ്ടായിരുന്നിട്ടും ആ വേദനകളെല്ലാം സഹിക്കുകയും രോഗിയുടെ സൗഖ്യത്തിനു വേണ്ടി കാഴ്ചവെക്കുകയും ചെയ്ത ഒരു വിശുദ്ധനാണ് വിശുദ്ധ കമിലസ്. പലവിധ രോഗങ്ങളും പലവിധ വേദനകളും സഹിച്ചുകൊണ്ടാണ് ശുശ്രൂഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. രോഗികളുടെ ശുശ്രൂഷകർ എന്നറിയപ്പെടുന്ന ഒരു പുതിയ സമൂഹത്തിന് രൂപം കൊടുക്കാൻ വിശുദ്ധ കമിലസിന് കഴിഞ്ഞു. കമിലസിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: അങ്ങയുടെ കൂടെ ഇരിക്കുവാനും അങ്ങയുടെ കൂടെ പ്രവർത്തിക്കുവാനും അവസാനം വരെ അങ്ങയുടെ കൂടെ നിലനിൽക്കാനുള്ള അനുഗ്രഹം തരണമേ. അതായിരുന്നു കമിലസിൻ്റെ പ്രാർത്ഥന. തീർച്ചയായിട്ടും പലവിധ രോഗങ്ങളായി ഭവനത്തിൽ കഴിയുന്നവരില്ലേ? ക്യാൻസർ രോഗങ്ങൾ, ഡയാലിസിസ് രോഗികൾ, ട്യൂമർ രോഗികൾ, കൈയും കാലും അനക്കാൻ പറ്റാതെ നീര് വന്നിട്ടുള്ളവർ, അങ്ങനെയുള്ള പലതരത്തിലുള്ള രോഗങ്ങൾ, തൊടാൻ അറയ്ക്കുന്ന വിധത്തിലുള്ള രോഗപീഠയുള്ളവർ, ബെഡ് സോവർ വന്നിട്ടുള്ളവർ, എഴുന്നേൽക്കാനോ നടക്കാനോ പറ്റാത്ത വണ്ണത്തിൽ നീര് വന്നിട്ടുള്ളവർ, അപ്രകാരമുള്ളവരുടെ പക്കലേക്കൊക്കെ ഇന്ന് ഈ രോഗി പരിചരണ ശുശ്രൂഷകനായിരിക്കുന്ന വിശുദ്ധ കമിലസ് കടന്നു വരട്ടെ. രോഗികളോടും ഡോക്ടേഴ്സിനോടും നഴ്സുമാരോടും പ്രത്യേകമായ വാത്സല്യവും ആദരവും പ്രാർത്ഥനയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ശുശ്രൂഷ അനേകരിലേക്ക് ഒന്ന് ഷെയർ ചെയ്താൽ അതൊരു വലിയൊരു അനുഗ്രഹമായിരിക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.